അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കോൺഗ്രസ് പാർട്ടിയെ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന ടൈറ്റിലിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ വളരെ തകൃതിയായി നടക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഒന്നാമതായി, ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കും. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഒരു മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഭരണം ഉണ്ടാവണം, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വേർതിരിവില്ലാത്ത എല്ലാ മതത്തിന്റെ ആളുകളും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഒരുപോലെ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് എല്ലാ മതങ്ങളെയും പരിഗണിച്ചും എല്ലാ ആളുകൾക്കും തുല്യ പരിഗണന കിട്ടിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പല ഓപ്ഷൻസുകൾ മുന്നിലുണ്ടാവും. അപ്പൊ എല്ലാവരും പറയും നമ്മൾ കോൺഗ്രസ് പാർട്ടിയാണ്, അത്തരത്തിലുള്ള സെക്യുലർ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാഷിസം വളരുന്ന സമയത്ത്, BJP വളരുന്ന സമയത്ത് അവർക്കൊരു ബദലായിക്കൊണ്ട് നമ്മൾ കാണുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഈ നമ്മൾ ഒരു ചെറുതായിട്ടൊരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ എന്താണ് കോൺഗ്രസിന്റെ ചരിത്രം? കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ ചരിത്രം. സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഒരുപാട് വർഷക്കാലം ഇന്ത്യ ഭരിക്കപ്പെട്ടിരുന്നത്. കോൺഗ്രസ് പാർട്ടിയാണ് ഭരിച്ചിരുന്നത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ഈ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി പക്കാ സെക്യുലർ ആയതുകൊണ്ടും അഥവാ അദ്ദേഹം സെക്യുലറിസത്തിൽ ഒരു നിലക്കും എന്തൊക്കെ തന്നെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ശരി, സെക്യുലറിസത്തിൽ അദ്ദേഹം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത വ്യക്തിയായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് വന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, അവർ സെക്യുലറിസത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അഥവാ സെക്യുലറിസം, ഇപ്പോ സിഖുകാരുടെ അടുത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം അവരുടെ പേഴ്സണൽ ബോഡി ഗാർഡ്സിന് സിഖുകാരെ റിമൂവ് ചെയ്തില്ല. കാരണം അവർ മതത്തിന്റെ പേരിൽ ഞാനിവിടെ ഒരു വേർതിരിവ് ആരോടും കാണിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധി. അപ്പോൾ ഈ കാലഘട്ടങ്ങൾക്കൊക്കെ ശേഷം കോൺഗ്രസ് എന്ത് ചെയ്യാണ്? ഡീജനറേറ്റഡ് ആയി പോവുകയാണ്. പല കാരണങ്ങളുണ്ട്. അപ്പൊ ഈ ഡീജനറേറ്റഡ് ആയി പോകുന്നതിന്റെ തുടർച്ചയായിക്കൊണ്ട് ബാബരി മസ്ജിദിന്റെ തകർച്ച. ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയിൽ അന്ന് കോൺഗ്രസ് പാർട്ടി ഒന്നും തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിന് അത് തടയാൻ സാധിച്ചില്ല. അത് തീർച്ചയായിട്ടും നെഹ്റുവോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ ആയിരുന്നെങ്കിൽ തടഞ്ഞിരുന്നേനെ. അവരുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലാഹു അഅലം. പക്ഷേ ആ സെക്യുലർ ക്രെഡൻഷ്യൽസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും അവിടുന്ന് അങ്ങോട്ട് മുസ്ലിം ധ്രുവീകരണം നടക്കുകയാണ് ഇന്ത്യയിൽ. ചരിത്രം ലഘുവായി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ വളരെയധികം വേട്ടയാടപ്പെടുകയും അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഇനി കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിം ആളുകൾ, മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സിലുള്ള ആളുകൾ ബദൽ സംവിധാനങ്ങൾ തെരഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോയി ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ ഫാഷിസം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അതിന്റെ വളർച്ചയുടെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത്? അവർ കയ്യും മെയ്യും അഴിഞ്ഞ് അല്ലെങ്കിൽ അവർ സ്വന്തം താല്പര്യങ്ങൾ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു സമയമാണിത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഏതൊരു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യയിലെ പല ഇലക്ഷനുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റും, ഈ രണ്ടുപേരും ആക്റ്റീവ് കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവിടെ ഇലക്ഷനിൽ ആര് ജയിക്കുന്നു? കോൺഗ്രസ് പാർട്ടി. സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന യുവാവിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ ജയിക്കുന്നു. ആ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടക്കാൻ, അതിന്റെ ഇടയിൽ അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ആ നേതാവിന് പണ്ടത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര കൊടുക്കുകയാണ്. ഈ അധികാര വടംവലിക്കിടയിൽ അവിടെ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? ജനങ്ങൾക്കാണ്. മധ്യപ്രദേശിലും തദൈവ ഇതേപോലെ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ, ആ ഒരു രാഷ്ട്രീയക്കാരനെ, ആ യുവാവിന് അവിടെ സ്ഥാനം കൊടുക്കുന്നതിന് പകരം അവിടെ കമൽനാഥിന് കൊടുക്കുന്നു. കോൺഗ്രസിന് മധ്യപ്രദേശിൽ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അധികാര വടംവലിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഇലക്ഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ നടന്ന 102 സീറ്റിന്റെ വിജയം, കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച ഈ വിജയം എന്ന് പറയുന്നത് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതക്കെതിരെ ജനങ്ങൾ കൊടുത്ത വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. വ്യക്തികൾക്ക് അതീതമായി കേരളത്തിലുടനീളം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജാതി മത ഭേദ്യമന്യേ വിശിഷ്ട മുസ്ലിങ്ങൾ അടക്കം VD സതീശൻ എന്ന വ്യക്തിക്കായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, VD സതീശൻ എന്തോ സംഭവമായതുകൊണ്ടല്ല. VD സതീശന്റെ ഒരു നിലപാടുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു നെഹ്റുവിയൻ സെക്യുലർ ലെഫ്റ്റിസ്റ്റ് ആയ ഒരു വ്യക്തിയാണ്.
അപ്പൊ ഒരു നെഹ്റുവിയൻ സെക്യുലറിസം അഥവാ എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകണം എന്ന് പറയുകയും അതിനുവേണ്ടി വൗച്ച് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് വി ഡി സതീശൻ എന്നതിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൽ ഇംപ്രസ്ഡ് ആണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത്, അദ്ദേഹമാണ് നമ്മളെ ഭരിക്കേണ്ടത് എന്ന് ജനങ്ങൾ മുഴുവൻ തീരുമാനിക്കുകയും അങ്ങനെ ആ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എല്ലാവരും വി ഡി സതീശനും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഏത് കാൻഡിഡേറ്റിനെ ഫീൽ ചെയ്താലും, ഇപ്പൊ എല്ലാവർക്കും വിഷയം അറിയാം, കെ സി ആണോ ആർ സി ആണോ വി ഡി ആണോ എന്നുള്ളതാണ്. കെ സിയുടെ ലിസ്റ്റ് ആയിരിക്കും, കെ സിയുടെ ആളുകളായിരിക്കും ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുണ്ടാവുക. പക്ഷെ ആ മത്സരിച്ച വ്യക്തി കെ സിയുടെ ആളാണോ വി ഡിയുടെ ആളാണോ നോക്കിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. മറിച്ച് സി പി എമ്മിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയാണ് മുസ്ലിമീങ്ങൾ മാസായി അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ മാസായി കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഇവിടെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ്. അവരുടെ അജണ്ട വളരെ വ്യക്തമാണ്, അവരുടെ ആശയം വളരെ കൃത്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും തുല്യ പരിഗണനയോടുകൂടി ജീവിക്കണം, അഥവാ വർഗീയതക്കെതിരാണ് എന്ന് അവർ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യം അവർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്ന 5 വർഷം നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ വി ഡി സതീശനായിരിക്കാം മുഖ്യമന്ത്രി ആവുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇവരിപ്പോഴും ഈ ഒരു സന്ദർഭത്തിലും വടംവലിയാണ്. എത്രയോ ദിവസങ്ങളായി ഇവർ തമ്മിൽ തല്ല് നടന്നുകൊണ്ടിരിക്കുക. കെ സി ആണോ വി ഡി ആണോ? അപ്പൊ എല്ലാ ജനങ്ങളുടെ മാൻഡേറ്റ് മുഴുവൻ വി ഡി സതീശന് വേണ്ടിയിട്ടാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിയിലെ ചില MLA-മാരും അവരുടെ ചില ഗ്രൂപ്പിലെ ആളുകളൊക്കെ അവർക്ക് കൂടുതൽ കംഫർട്ട് കെ സി വേണുഗോപാൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളതല്ലല്ലോ. ജനങ്ങൾക്ക് ആരെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ആരാണ് ഈ ഒരു പാർട്ടിയെ ഇത്രയും ക്ഷീണപ്പെട്ട അവസ്ഥയിൽ നിന്ന് പൊന്തിച്ചു കൊണ്ടുവന്നത് എന്ന് ചിന്തിച്ചാൽ പോരെ. അത് ചിന്തിച്ചിട്ട് ഇന്ന ആൾക്ക് കൊടുത്തിട്ട് ആ ഭരണം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുന്നതിന് പകരം സീനിയോറിറ്റി പ്രതീക്ഷിച്ചിട്ടും ഏതുപോലെ അവർ കമൽനാഥിന് കൊടുത്തതുപോലെ അശോക് ഗെഹ്ലോട്ടിന് കൊടുത്തതുപോലെ വെറും സീനിയോറിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ ഗെയിൻസ്, എന്താണ് ആരാണ് കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്, ആർക്കാണ് കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്, ജനങ്ങൾക്ക് ആരെയാണ് വേണ്ടത് എന്നൊന്നും ചിന്തിക്കാതെ അവർ നേരെ എന്ത് ചെയ്യാണ്, അധികാര വടംവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ BJP ഓർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കോൺഗ്രസിന്റെ കൂടെയാണ്, BJP ഓർ കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസ് എല്ലാം നോക്കിക്കോളും, കോൺഗ്രസ് ആണ് എല്ലാം, കോൺഗ്രസ് നമ്മളെ അവർക്ക് അങ്ങോട്ട് വോട്ട് കൊടുത്ത് അവരങ്ങോട്ട് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. കാരണങ്ങൾ മറ്റൊന്നുമല്ല, ഇത് വളരെ വ്യക്തമാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഇത്രയൊക്കെ നല്ല കൃത്യമായ പൊളിറ്റിക്കൽ മാൻഡേറ്റ് ലഭിച്ചിട്ടും അവരിപ്പോഴും അത് പൊളിറ്റിക്കൽ അതിൽ നിന്ന് ഗെയിൻ ചെയ്യുന്നതിന് പകരം അവർ ഇനി നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ വീണ്ടും ഞാൻ ഈ പറയുന്ന സന്ദർഭത്തിൽ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. സപ്പോസ് കെ സി ആണെന്ന് കൂട്ടുക. അപ്പൊ അത് ഏതൊരു കുട്ടിയും ചിന്തിച്ചാൽ പോരെ, കെ സി വേണുഗോപാൽ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് അല്ലെങ്കിൽ MP സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, അവിടെ ഒരു ഇലക്ഷൻ ഉണ്ട്. മറ്റൊരു സ്ഥലത്ത് നിന്ന് മത്സരിക്കണം, അവിടെ ഒരു ഇലക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഇലക്ഷനിൽ എല്ലാം വലിയ റിസ്കുകൾ ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയില്ല. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ ഭരണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ആശങ്കകളുണ്ട്. പക്ഷെ അതേസമയം നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.